ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ യുണീക്കായിട്ടുള്ള റെസിപ്പിയാണ്. എൻ്റെ നാട്ടിലെ പ്രിയപ്പെട്ട കോഴിയും പിടിയാണ്. സാധാരണ പിടി ഇറച്ചിയും എല്ലാവരും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ കോഴിയും അതുപോലെ പിടി ഉണ്ടാക്കിയതും ഒരുമിച്ചാണ് ചേർത്തിട്ട് നമ്മൾ വിളമ്പുന്നത്. വളരെ യുണീക്കായിട്ടുള്ള റെസിപ്പിയാണ്. ഞാനിവിടെ ഒരു 3/4 കിലോ ഇറച്ചിയിലാണ് ചെയ്യുന്നത്. കോഴിയിറച്ചിയാണ്. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ എനിക്ക് കറിക്കട്ടാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം കുരുമുളകാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാൻ പോവുകയാണ്. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ പച്ചമുളകോ ഇഞ്ചിയോ സവോളയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. 15 മിനിറ്റെങ്കിലും നമ്മൾ പുരട്ടി വെച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ രീതിയിലൊന്ന് പുരട്ടി വെക്കുന്നത്. ചിക്കൻ്റെ പീസുകളെല്ലാം ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 3/4 മണിക്കൂറോളം ഞാൻ കുക്കറിൽ അടച്ചിട്ട് വേവിക്കാനാണ് പോകുന്നത്. നമ്മുടെ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങി ചിക്കൻ പതുക്കെ വേവുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ 3 കപ്പ് അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ പത്തിരിക്കും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ്, അരിപ്പൊടിയാണിത്. നൈസ് പൊടിയാണ് കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഒരു 3 കപ്പ് എടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കപ്പില്ലേ, 240 ഗ്രാമിൻ്റെ കപ്പാണിത്. നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന അതേ കപ്പ് തന്നെയാണ് അളവിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3 കപ്പ് അരിപ്പൊടിക്ക് 6 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. തിളപ്പിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം തിളപ്പിക്കാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുന്നത് വരെ നമുക്ക് വെക്കാം. ഇവിടെ വെള്ളമൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കണ്ടോ, വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നല്ല ചൂട് വേണം, നല്ല വെട്ടി തിളയ്ക്കുന്ന സമയത്ത് തന്നെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട, നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാം കൂടി അങ്ങ് ഒഴിച്ചു പോയാൽ ചിലപ്പോൾ എങ്ങാനും വെള്ളം കൂടി പോവുകയൊക്കെ ചെയ്താൽ നമുക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കുറച്ച് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം സൈഡിൽ, അപ്പോൾ ഗ്യാസ് ഓഫ് ആക്കണ്ട, വെള്ളം ആ ചൂടോടുകൂടി തന്നെ ആ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇത് ആവശ്യത്തിന് മാത്രം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അതാണ് ഏറ്റവും നല്ല. ചൂടാറി പോയി കഴിഞ്ഞാൽ ആ കറക്റ്റ് ആ മാവൊന്നും വെന്തൊന്നും വരത്തില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 3/4 ഭാഗവും നമ്മുടെ ഈ അരിപ്പൊടി അങ്ങ് വെന്ത് വരും. ഒരു 3/4 ഭാഗവും വെന്ത് കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ 6 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 5 കപ്പ് വെള്ളം നമ്മൾ ഉപയോഗിച്ചു. 1 കപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാനിതൊന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ അളന്ന് നോക്കി, അതാണ് ഇത്ര കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ 5 കപ്പ് മാത്രമേ നമുക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് കുഴയ്ക്കുന്ന പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ചൂടാറട്ടെ. ഇനിയാണ് ഫൺ പാർട്ട് കേട്ടോ. കാരണം നമ്മൾ ഓരോ പിടിയും ഉരുട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് അരിപ്പൊടിയുടെ മുകളിലേക്കാണ് നമ്മൾ ഉരുട്ടി ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മുടെ മാവ് ഉരുട്ടിയിടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ആ ബോൾസ് എല്ലാം ഷേപ്പൊക്കെ അങ്ങ് മാറിപ്പോവും. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെപ്പോഴും താഴെ കുറച്ച് പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുഞ്ഞു ഉരുളകളായിട്ട് ഉരുട്ടി ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് വലിയ ഉരുളയും വേണ്ട, എന്നാൽ ഒട്ടും ചെറിയ ഉരുളയായിട്ട് പോകണ്ട. നമ്മൾ സാധാരണ അരിനെല്ലിക്കയുടെ ഒക്കെ ഒരു വലുപ്പമുണ്ട്, ആ ഒരു വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരിച്ചായിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് ഈ പൊടിക്കകത്ത് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഉരുട്ടിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ഒരു മാവ് തമ്മിൽ കൂട്ടി മുട്ടിക്കഴിഞ്ഞാൽ അങ്ങ് ഒട്ടിപ്പിടിച്ചു പോവും. അപ്പോൾ ഒന്ന് ആ പൊടിയിലൊന്ന് ഡസ്റ്റ് ചെയ്ത് എടുക്കണം. ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും പൊടി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ടകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് കിട്ടുക. എന്നെ സഹായിക്കാൻ എൻ്റെ 2 മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു മക്കളാണ്, അവരെന്നെ ഒത്തിരി സഹായിച്ചു. 45 മിനിറ്റോളം ഞാൻ ഈ ഇറച്ചി വേവിച്ചിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ സ്റ്റോക്കൊക്കെ ഇറങ്ങി ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ അതേ കുക്കറിൽ തന്നെയാണ് വെള്ളം വെച്ചിട്ടുള്ളത്. ഒരു 6 കപ്പോളം വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഒരുപാട് ആവണ്ട. നമ്മൾ നേരത്തെ പിടി ഉണ്ടാക്കാനുള്ള ഉരുളയിലും അതുപോലെ ചിക്കനിലും നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണക്ക് കൂട്ടിയിട്ട് വേണം ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ പിടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒറ്റയടിക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാൻ പാടില്ല. നമ്മൾ കുറച്ചായിട്ട് ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു 4-5 ബാച്ചായിട്ടാണ് ഞാൻ ഈ ഒരു പിടി അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത്.
നമ്മൾ പല ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നതിൻ്റെ മെയിൻ കാരണം തന്നെ നമ്മുടെ പിടി അങ്ങ് ഒട്ടിപ്പിടിച്ച് അങ്ങ് ഉടഞ്ഞൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഓരോ പിടിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. കാരണം നമ്മൾ ആദ്യം തന്നെ മുഴുവൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അടിയിലെല്ലാം അടിഞ്ഞു കൂടി കട്ട പിടിച്ചങ്ങ് പോകും. ഈ രീതിയിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് വെന്തതിന് ശേഷമാണ് പിന്നത്തെ ഓരോ പ്രാവശ്യം ചെയ്ത് കൊടുക്കുമ്പോൾ അതങ്ങ് വിട്ട് നമുക്ക് വെന്ത് കിട്ടും. അത് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതിലെ പൊടി അധികം ഇട്ട് കൊടുക്കണ്ട, ശരിക്കും ആ ഉണ്ട മാത്രം എടുത്താൽ മതി കേട്ടോ. ഒരുപാട് പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് തന്നെ ആ മാവ് അടിയിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഒരുപാട് പൊടി ഇതിനകത്ത് പെടണ്ടെന്ന് പറയുന്നത്. അതുപോലെ പല ബാച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും അടുത്ത ബാച്ച് ഉണ്ട നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഓരോ പ്രാവശ്യം ഇട്ട് കൊടുക്കുമ്പോഴും ഞാൻ കുറച്ച് സമയം തിളയ്ക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിടി ഒന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല, ഉടഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ പിടിയും ഇതുപോലെ തന്നെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിടി ഇറച്ചി ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ സ്പെഷ്യൽ ഫംഗ്ഷനും ഇതുണ്ടാക്കും. ക്രിസ്മസ് ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ഈ ഒരു റെസിപ്പി തലേ ദിവസം ഉണ്ടാക്കി വെക്കാറാണ് പതിവ്. അപ്പോൾ നമ്മുടെ പിടിയെല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിനേക്ക് ഒരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു വലിയ തേങ്ങയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ 1 ടേബിൾ സ്പൂണോളം ജീരകത്തിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വേണം കേട്ടോ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 15 തൊട്ട് 20 അല്ലി വെളുത്തുള്ളി വേണം, 6 7 ചെറിയ ഉള്ളിയും വേണം. നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. നമ്മുടെ പിടി ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നേരം എടുത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്, പല ബാച്ചായിട്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത ഈ പിടിയുടെ കൂട്ടിലേക്ക് നമ്മൾ അരച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു തേങ്ങ അരയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടിത്തുടങ്ങും. കാരണം ഇതിനകത്ത് ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങും കേട്ടോ. ഈ അരപ്പ് ഇട്ടതിന് ശേഷം നമ്മളൊരു 5-10 മിനിറ്റോളം ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ആ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പിടി ഒന്ന് കട്ട് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പരിപാടിയാണ്. അതായത് പിടി ഇപ്പോൾ വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്, ഇതിന് കട്ടി കൂട്ടാനായിട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച സമയത്തുള്ള മാവുണ്ടല്ലോ, കുറച്ച് പൊടി താഴെ ബാക്കിയുണ്ടാവും, അത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കാം. അത് മാത്രമല്ല ഒരു 2 ടേബിൾ സ്പൂൺ പൊടി കുറച്ച് പച്ചവെള്ളത്തിൽ കലക്കിയത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിടിക്ക് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മാവ് വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മാവ് കുക്ക് ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കണം. ഒരു 5 മിനിറ്റ് നല്ല ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മാവ് നല്ല കട്ടിയായിട്ട് വെന്ത് വരും. അപ്പോൾ നമ്മുടെ പിടിക്ക് കുറച്ച് കട്ടി കൂടുതലായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ പിടിക്ക് നല്ലോണം കട്ടിയൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ മാവ് കലക്കി ഒഴിച്ചൊക്കെ നന്നായിട്ട് കട്ടിയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ വേവിച്ച ചിക്കനും അതിലെ സ്റ്റോക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എക്സ്ട്രാ എരിവോ ഉപ്പോ മഞ്ഞളോ ഒന്നും തന്നെ വേറെ ചേർത്തിട്ടില്ല. ഇതിലുള്ള എരിവും മഞ്ഞളും മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, എപ്പോഴും നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം അത്യാവശ്യം മഞ്ഞളും ഉപ്പും കുരുമുളകും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പിടി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോഴേക്കും അതിലെ കളറെല്ലാം നന്നായിട്ട് വന്നു, മഞ്ഞ കളറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കാം, കുരുമുളക് ഇടണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിടി ഇറച്ചിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല യമ്മി റെസിപ്പിയാണ് ഞാനിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാം. ഞങ്ങൾക്കിത് 3 നേരം കിട്ടിയാലും ഞങ്ങളിത് കഴിക്കും കേട്ടോ. അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. ഇത് കുന്നംകുളംകാരുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ പിടി ഇറച്ചി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, പിടി വേറെ ഇറച്ചി വേറെ ആയിട്ടാണ് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കാനായിട്ട് സെപ്പറേറ്റ് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ വലിയൊരു പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണ്ട, ഒരുപാട് സമയമൊന്നും വേണ്ട. സാധാരണ പിടി ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ കുറച്ച് സമയം മതി ഈ ഒരു രീതിയിൽ പിടി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തലേ ദിവസത്തെ പിടി കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. കാരണം ഞങ്ങൾ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് നെക്സ്റ്റ് ഡേ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ ഡിന്നറിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളത് ഉപയോഗിക്കുക. അപ്പോൾ ചൂടാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ചൂടോട് കൂടി സെർവ് ചെയ്യുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും പുതിയ രുചികളുമായിട്ട് നമുക്ക് കാണാം.